ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്. ഇത് ഇഫ്താർ സ്നാക്കായിട്ടും പിന്നെ 4 മണി ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമായിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമുക്കിത് ഉടച്ചെടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 300 ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞളും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ മാഗിയിൽ കിട്ടുന്ന ടേസ്റ്റ് മേക്കർ ഇല്ലേ, ആ ഒരു പാക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചിക്കനും ഉള്ളിയും ഉരുളക്കിഴങ്ങും മസാലപ്പൊടികളും ഒക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നവരെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നത്. വീണ്ടും നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ മറ്റൊരു ബൗളിലേക്ക് ഒരു പാക്കറ്റ് മാഗി ടേസ്റ്റ് മേക്കർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് റെഡിയാക്കി എടുക്കാം. വെള്ളം നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഈ പേസ്റ്റ് അധികം ലൂസാവാൻ പാടില്ല. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. അധികം തിക്കാവാനും പാടില്ല, എന്നാൽ അധികം ലൂസാവാനും പാടില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ സ്ലറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. ഇതിലും കൂടുതൽ ലൂസാവാൻ പാടില്ല. ഇനി നമുക്ക് മറ്റൊരു പ്ലേറ്റിൽ മാഗി നൂഡിൽസ് എടുത്തിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ മസാലയില്ലേ, അതിൽ നിന്ന് ചെറിയ ഉരുളകൾ റെഡിയാക്കി എടുക്കാം. ഇതുപോലെ 2 കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുങ്ങനെ പരത്തി കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഒരു ചെറിയ ചീസ് ക്യൂബ് വെച്ച് കൊടുക്കാം. ചീസിന് പകരമായിട്ട് നിങ്ങൾക്ക് മുട്ട വെച്ച് കൊടുക്കാം. മുട്ട ഇങ്ങനെ 4 സ്ലൈസാക്കി മുറിച്ചെടുത്തിട്ട് അതിലൊരു സ്ലൈസ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ചീസായിരിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാനിവിടെ ചീസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബോൾസും റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാനിതിവിടെ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മൈദപ്പൊടിയുടെ പേസ്റ്റില്ലേ, അതിലേക്ക് ഓരോരോ ഉണ്ടകളെടുത്തിട്ട് ഒന്ന് മുക്കിയെടുക്കാം. ഈ ബോൾസിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ വേണം മുക്കിയെടുക്കാൻ. അതിനുശേഷം നമുക്കിത് നൂഡിൽസിൽ റോൾ ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ നൂഡിൽസ് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ടെടുക്കണം. നൂഡിൽസിന് പകരമായിട്ട് നിങ്ങൾക്ക് കോൺഫ്ലേക്സ് യൂസ് ചെയ്യാം. നൂഡിൽസ് ആയിരിക്കുമ്പം കുറച്ച് ക്രിസ്പിനെസ് കൂടുതലുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം. നൂഡിൽസിന് പകരമായിട്ട് നിങ്ങൾക്ക് കോൺഫ്ലേക്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ബാക്കിയുള്ള ബോൾസ് ഇതേപോലെ തന്നെ നൂഡിൽസിൽ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ബോൾസ് ഓരോന്നോരോന്നായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ. ഇനി നമുക്ക് ഓരോന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറത്തെ കവറിങ് ഒന്ന് ബ്രൗൺ കളറായി കിട്ടുന്നവരെ നമുക്ക് ഇതേപോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ചിക്കൻ ചീസ് ബോൾ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.